വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡാറ്റ മോഡൽസിനെ കുറിച്ചിട്ടാണ്. ഡാറ്റ മോഡൽസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റകൾ തമ്മിൽ അറേഞ്ച് ചെയ്തിരിക്കുക, അഥവാ അത് തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ ഡാറ്റ മോഡൽസ് എന്ന് വരുന്നത്. അത് നമ്മൾ 3 തരത്തിലാണ് ഡാറ്റകളെ അറേഞ്ച് ചെയ്യുന്നത്. ഒന്ന് ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡൽ, രണ്ടാമത്തത് റെക്കോർഡ് ബേസ്ഡ് ഡാറ്റ മോഡൽ, മൂന്നാമത്തത് ഫിസിക്കൽ ഡാറ്റ മോഡൽ. ആൻഡ് ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ അത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ആൻഡ് സെമാൻറ്റിക്, ഫങ്ഷണൽ, ഒബ്ജക്റ്റ് ബേസ്ഡ് 4 തരത്തിലാണുള്ളത്. അത് രണ്ടാമത്താണ് റെക്കോർഡ് ബേസ്ഡ് ഡാറ്റ മോഡൽ, മൂന്നാമത്തത് ഫിസിക്കൽ ഡാറ്റ മോഡൽ. അപ്പം ഈ ഫസ്റ്റത്തെ ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡലിൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ റിയൽ വേൾഡ് എൻറ്റിറ്റികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും അവ തമ്മിലുള്ള ലിങ്കിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ഡയഗ്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ്. അതിന് നമ്മൾ നമ്മളതിൽ ഒരു എൻകാപ്സുലേഷൻസും മെത്തേഡ്സും ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡൽസ് കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വേൾഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേഷണൽ ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡൽസ് ആണ്. കൂടുതലായിട്ട് നമ്മൾ നൂതന വിഭാഗം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് റിലേഷണൽ ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡൽസ്. നമ്മൾ രണ്ടാമത്തത്, അതായത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം റെക്കോർഡ് ബേസ്ഡ് ഡാറ്റ മോഡൽസാണ്. അത് 3 തരത്തിലാണുള്ളത്. ഒന്ന് ഹിറാരിക്കൽ ഡാറ്റ മോഡൽ, നെറ്റ്വർക്ക്, റിലേഷണൽ. അതിൽ ഹിറാരിക്കലും നെറ്റ്വർക്കും ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടീസ് മൂലം അത് ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നില്ല. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വേൾഡിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് റിലേഷണൽ ഡാറ്റ മോഡൽസാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യാം. എന്താണ് ഹിറാരിക്കൽ, എന്താണ് നെറ്റ്വർക്ക്, എന്താണ് റിലേഷണൽ. അപ്പം ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഹിറാരിക്കൽ ഡാറ്റാബേസ് മോഡൽ. Hierarchical database model arranges data in a structure similar to a tree. First there is the main root, which is the start of the tree. Other data are arranged under the main root. Furthermore, other nodes connect to the main node as children nodes. Another set of nodes are connected to the children nodes. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രീ സങ്കല്പിക്കാം. അതായത് ഒരു ട്രീ, അതിൽ ഒരു പാരൻ്റ് ഉണ്ട്, അതിൻ്റെ താഴത്തായിട്ട് ചിൽഡ്രൻസ്. അങ്ങനെ ഒരു 1 to many റിലേഷൻഷിപ്പാണ് ഹിറാരിക്കൽ ഡാറ്റ മോഡൽസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു റൂട്ടിൽ നിന്ന് നമ്മളൊരു 1 to many, അതായത് ഒരു റൂട്ടിൽ നിന്ന് ചിൽഡ്രൻസ്, പാരൻറ്റ് ചിൽഡ്രൻ ഒരു കണക്ഷനാണ് ഇവിടെ ഹിറാരിക്കൽ ഡാറ്റ മോഡൽസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് വാട്ട് ഈസ് നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ. നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിറാരിക്കൽ തന്നെയാണ്. അത് ഹിറാരിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to many ആയിരുന്നെങ്കിൽ ഇത് മെനി ടു മെനി ആണ് നെറ്റ്വർക്ക് ഡാറ്റാബേസ് മോഡൽ. അതായത് എ നെറ്റ്വർക്ക് മോഡൽ ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ഹിറാരിക്കൽ മോഡൽ വിച്ച് അറേഞ്ച് ഡാറ്റ ഇൻ structure similar to a graph. Unlike the hierarchical model, a node in the network model can have multiple parents. Furthermore, the data is the database created using the network model will have more relationship. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് അവിടെ ഒരു പാരന്റിൽ നിന്ന് കുറേ ചൈൽഡിലേക്ക് മാറുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മെനി മോർ പാരൻസ് നിന്ന് മെനി മോർ ചൈൽഡ്. അതായത് ഏകദേശം ഇതാണ് ടൈപ്പ്. അതായത് പാരൻസ് മെനി മോർ പാരൻസ് മെനി ടു മെനി. അവിടെ നേരത്തെ നമ്മൾ 1 to many ആണ് പറഞ്ഞിരുന്നത്, ഇവിടെ മെനി ടു മെനി ആണ്. മൂന്നാമത്തെ ടൈപ്പാണ് റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ. എന്താണ് റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ? റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ സ്റ്റോർ ഡാറ്റ ഇൻ ടേബിൾസ്. അവിടെ നേരത്തെ നമ്മൾ രണ്ടും കണ്ടത് ഒന്ന് ഗ്രാഫും ഒന്ന് ഒരു 1 to many ആൻഡ് മെനി ടു മെനി. ഇവിടെ നമ്മൾ കോളങ്ങളായിട്ടാണ് റിലേഷണൽ ഡാറ്റാബേസിനെ നമ്മൾ ഡാറ്റയെ അറേഞ്ച് ചെയ്യുന്നത്. ദ ബേസിക് structure of data in the relational database model is tables. Tables are also called relations. Each table has rows and columns. A row represents a column while a column represents an attribute. Moreover, it is possible to represent 1 to many and many to many relationship using this model. നമ്മൾ നേരത്തെ പറഞ്ഞ ഹിറാരിക്കൽ ഡാറ്റ മോഡലിലും നെറ്റ്വർക്ക് ഡാറ്റ മോഡലിലും ഹിറാരിക്കലിൽ പറഞ്ഞ 1 to many റിലേഷൻസ് ഉണ്ടാവുക, നെറ്റ്വർക്കിൽ പറഞ്ഞു മെനി ടു മെനി. ഇവിടെ നമുക്ക് എല്ലാം പോസിബിളാണ്. 1 to many റിലേഷനിൽ നമ്മൾ 1 to many, മെനി ടു മെനി, അങ്ങനെ 1 to 1 എല്ലാ റിലേഷനും നമുക്കിവിടെ പോസിബിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് ഡാറ്റ മോഡൽ. റിലേഷണൽ ഡാറ്റ മോഡലിൻ്റെ കോളംസ് ആൻഡ് റോസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് നമ്മൾ റിലേഷണൽ ഡാറ്റ മോഡലിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ റോസിനെ നമ്മൾ റെക്കോർഡ്സ് എന്നും ടപ്പിൾസ് എന്നും നമ്മൾ മാറ്റി പറയാവുന്നതാണ്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ദി റിലേഷൻ. ഇതിൽ നമ്മളോട് ചോദിക്കുകയാണ് ഡാറ്റ മോഡൽസിൽ ഇതിൻ്റെ ഡിഗ്രി ഓഫ് ദി റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ തന്നെ എംപ്ലോയീസ് ഡീറ്റെയിൽസിൻ്റെ ടേബിളിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ആട്രിബ്യൂട്ട്സ് 3 കോളംസ് നമുക്ക് കാണാം. എംപ്ലോയീസ് നെയിം ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ 3 കോളംസ് കാണാം. അതാണ് അവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് കാർഡിനാലിറ്റി ഓഫ് ദി റിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് റോസ് ഓർ റെക്കോർഡ്സ് ഓർ ടപ്പിൾസ്. അതായത് റോസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ടപ്പിൾസും റെക്കോർഡ്സിനും. അതിൻ്റെ നമ്പർ ഇസ് ഈക്വൽ ടു എന്താണ്, കാർഡിനാലിറ്റി ഓഫ് ദി റിലേഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിലേഷനുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ഡാറ്റകളുടെ ബന്ധം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഹിറാരിക്കലും നെറ്റ്വർക്കും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയതും, അതായത് മോഡിഫിക്കേഷൻ നടത്താൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് നമുക്ക് റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കമ്പാരിസണും കൂടെ നോക്കാം. ഹിറാരിക്കൽ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണ്, നമുക്ക് എ സ്ട്രക്ചർ ഓഫ് ഡാറ്റ ഓർഗനൈസ് ഇൻ എ ട്രീ ലൈക്ക് മോഡൽ യൂസിങ് പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. നെറ്റ്വർക്കിൽ എങ്ങനെയായിരുന്നു, അത് ഒരു മെനി മോർ പാരൻറ്റ് ടു കുറേ ലിങ്ക് വന്നിരുന്നു, കുറേ ഓണർ കുറേ ബേബീസ്, അങ്ങനെ ഒരു വലിയൊരു ലിങ്കാണ് വന്നിരുന്നത്. റിലേഷനിൽ നോക്കുകയാണെങ്കിലോ റിലേഷനിൽ കോളമായിട്ട് ടേബിൾസ് ആയിട്ടാണ് നമുക്ക് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഹിറാരിക്കൽ എങ്ങനെയായിരുന്നു, പിന്നെ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആയിരുന്നു, അതായത് ഈ പാരൻറ്റ് ടു ചൈൽഡ് റിലേഷൻ പോലെ. ഇവിടെ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിലോ ഓർഗനൈസ് ഡാറ്റ ഇന്നെ ഗ്രാഫ് സ്ട്രക്ചർ. റിലേഷനിൽ നോക്കുകയാണെങ്കിൽ അറേഞ്ചസ് ഡാറ്റ ഇൻ ടേബിൾസ് ആണ്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഹിറാരിക്കലിൽ റെപ്രസെൻറ്റ് 1 to many റിലേഷൻഷിപ്പ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഹിറാരിക്കൽ എന്താണ്, 1 to many റിലേഷൻഷിപ്പാണ്. നെറ്റ്വർക്ക് ആണെങ്കിലോ അത് റെപ്രസെൻറ്റ് മെനി ടു മെനി റിലേഷൻഷിപ്പാണ്. റിലേഷൻ ആണെങ്കിൽ അത് 1 to many ഓർ മെനി ടു മെനി ഓർ റിലേഷൻഷിപ്പ് കാണിക്കുന്നു പറഞ്ഞു. ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹിറാരിക്കൽ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ടു ആക്സസ് ഡാറ്റയാണ്. നമുക്കൊരു പെട്ടെന്നൊരു അതിൻ്റെ ഡാറ്റ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പാരൻറ്റ് ചെയിൻ വേണം, എന്നിട്ട് നമുക്ക് മാത്രമേ അതിൻ്റെ കണ്ടിന്യൂവേഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്നൊരു ആക്സസ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് ഹിറാരിക്കൽ എന്ന് പറയുമ്പോൾ. പക്ഷേ നെറ്റ്വർക്കും റിലേഷനിലും നമുക്ക് ഈസിയർ ടു ആക്സസ് ഡാറ്റയാണ്. ഹിറാരിക്കൽ ലെസ് ഫ്ലെക്സിബിളാണ്, നെറ്റ്വർക്ക് ഫ്ലെക്സിബിൾ, റിലേഷൻ ഫ്ലെക്സിബിൾ. അപ്പോൾ നമ്മൾ ഇത് 3 വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോഴത്തെ വേൾഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ് റിലേഷണൽ ഡാറ്റ മോഡൽ. അപ്പോൾ കൂടുതലായിട്ട് നമ്മളിപ്പോൾ റിയൽ വേൾഡിൽ കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നതും ഈ ഒരു ടൈപ്പ് ഡാറ്റ മോഡലാണ്. അപ്പം RDBMS എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, റിലേഷണൽ ഡാറ്റാബേസ് മോഡലിംഗ് സിസ്റ്റം. അതാണിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്ന ഒരു ഡാറ്റ മോഡലും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റാബേസ് മോഡൽസിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.